എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സോഷ്യൽ സയൻസ് സബ്ജക്ട്സുകളിൽ ഗവേഷണവും ഉന്നത പഠനവും ഒക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കുള്ള ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ഒരു സ്ഥാപനം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്, ടിസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇവിടുത്തെ ഡിഗ്രി കോഴ്സുകളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൻ്റെ മുംബൈ ക്യാമ്പസ്, തുൽജാപൂർ ക്യാമ്പസ് ആൻഡ് ഗുവാഹട്ടി ക്യാമ്പസ്, ഈ 3 ക്യാമ്പസുകളിലാണ് നമുക്ക് ബിരുദ പഠനം സാധ്യമാവുന്നത്. ഏതെല്ലാം ബിരുദങ്ങളാണ് ടിസ്സിലുള്ളതെന്നല്ലേ? നമുക്ക് ബാച്ചിലർ ഓഫ് സോഷ്യൽ സയൻസ്, ബാച്ചിലർ ഓഫ് സോഷ്യൽ വർക്ക് ആൻഡ് ബാച്ചിലർ ഓഫ് അനലിറ്റിക്കൽ സ്റ്റഡീസ് എന്നീ 3 ഗ്രാജുവേഷൻ സബ്ജക്റ്റുകളാണ് നമുക്ക് ടിസ്സിൻ്റെ ക്യാമ്പസുകളിലുള്ളത്. CUET എക്സാമിനേഷൻ എഴുതി അതിലെ ഇംഗ്ലീഷ് പേപ്പർ ആൻഡ് ജനറൽ ടെസ്റ്റ് എഴുതിയ കുട്ടികൾക്ക് എല്ലാവർക്കും ഇവിടുത്തെ ഈ ഡിഗ്രി കോഴ്സുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ടിസ്സിന് ഇങ്ങനെ എടുത്തു പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് കൂടിയല്ലേ നിങ്ങളുടെ മനസ്സിലുള്ളത്? ഓക്കെ, അപ്പോൾ ടിസ് നമുക്ക് സോഷ്യൽ സയൻസ് സബ്ജക്ട്സുകൾ പൊതുവേ അറിയപ്പെടുന്നത് പോലെ വെറുമൊരു തിയറി പഠനം മാത്രമല്ല, പ്രാക്ടിക്കൽ അധിഷ്ഠിതമായ സോഷ്യൽ സയൻസ് പഠനം, അതാണ് ടിസ്സിൻ്റെ പ്രത്യേകത. ഒപ്പം 1ാം വർഷം മുതൽ തന്നെ ടിസ് നിർബന്ധമാക്കിയ ഫീൽഡ് വർക്കുകളും കുട്ടികളെ പ്ലേസ്മെൻറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി വളരെ നല്ല രീതിയിൽ സഹായിക്കാറുണ്ട്. ഇന്ത്യയിലെ പ്രമുഖ NGOകൾ, യുണൈറ്റഡ് നേഷൻസിൻ്റെ പോലുള്ള അന്താരാഷ്ട്ര സംഘടനകൾ, കോർപ്പറേറ്റ് കമ്പനികളുടെ CSR വിഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നൊക്കെ ടിസ്സിൽ സോഷ്യൽ സയൻസ് വിഭാഗത്തിലെ കുട്ടികൾക്ക് പ്ലേസ്മെൻറ്റിനായി എത്താറുണ്ട്. അക്കാദമിക മികവിനൊപ്പം തന്നെ സാമൂഹിക പ്രതിബദ്ധതയുള്ള നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ഒരു വ്യക്തിയായി മാറാൻ ടിസ്സിലെ സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകളിലെ പഠനം നിങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കും. അപ്പോൾ സോഷ്യൽ സയൻസ് സബ്ജക്ട്സുകളിലെ ഉന്നത പഠനവും ഗവേഷണവും ഒക്കെയാണ് താല്പര്യമെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ CUET സ്കോർ ഉപയോഗിച്ച് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൻ്റെ വെബ്സൈറ്റിൽ കയറി ജൂലൈ 17-ാം തീയതിക്ക് മുമ്പ് തന്നെ ഓരോരുത്തരും അപേക്ഷിക്കാം. ഏറ്റവും നല്ല പ്രതിബദ്ധതയുള്ള ഒരു സോഷ്യൽ സയൻസ് ഗ്രാജുവേറ്റ് ആവാൻ ഈ പഠനം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കോളും. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സോഷ്യൽ സയൻസ് സബ്ജക്ട്സുകളിൽ